ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഏപ്രിൽ മാസം 29 മുതൽ മെയ് മാസം 5 വരെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 25ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ റിലീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത് ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. വലിയ ബജറ്റിൽ വന്നൊരു സീരീസ് ആയിരുന്നു. ഹീരമാണ്ടി എന്ന് പറഞ്ഞ സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മനീഷ കൊയ്രാള, സോനാക്ഷി സിൻഹ, അതിഥി റാവു ഹൈദരി ഇതിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സഞ്ജയ് ലീല ബൻസാലി ഡയറക്റ്റ് ചെയ്ത സീരീസാണ്. 8 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളാണ് ഹിന്ദി ഭാഷ കൂടാതെ റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ജപ്പാനീസ് ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എംസോൺ ഈ ഒരു സിനിമയുടെ മലയാളം സബ്ടൈറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. ജപ്പാനീസ് ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. അടുത്തൊരു ആനിമേഷൻ കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മൈഗ്രേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കന്നഡ ആക്ഷൻ കോമഡി ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു മൂവിയാണ്. അവതാര പുരുഷ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഐഡിയ ഓഫ് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ടു ബാൻഡ് റേഡിയോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അക്കേലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അക്കേലി ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഹാപ്പി എൻഡിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് സിനിമയാണ്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. പ്രോം ഡേറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹിന്ദി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. അജയ് ദേവ്ഗനും പിന്നെ മാധവും ജ്യോതിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഷെയ്ത്താൻ എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്ത 2 ദിവസം മുമ്പേ പിന്നെ ഈ സിനിമയുടെ ഗുജറാത്തി മൂവി വാഷ് എന്ന് പറഞ്ഞ സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഷെയ്ത്താൻ എന്ന് പറഞ്ഞ സിനിമ. വാഷ് എന്ന് പറഞ്ഞ സിനിമ ഷമാരൂമി OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. സിദ്ധാർത്ഥ് റോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സീരീസാണ്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ഹിന്ദി സീരീസാണ്. ദ ബ്രോക്കൺ ന്യൂസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസിന്റെ 2ാമത്തെ സീസണാണ് C5 വഴി റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി സീരീസാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലൊക്കെ ആയിട്ടാണ് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അൺഫ്രോസ്റ്റഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. വോംബ് വുമൺ ഓഫ് മൈ ബില്യൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വോങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഒരു മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. പൊക എന്ന് പറയുന്ന സിനിമ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഒരു കൊറിയൻ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ദ കില്ലർ, എ ഗേൾ ഹൂ ഡിസേർവ് ടു ഡൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സോണിലി വഴി ഒരു ആക്ഷൻ മൂവി കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോണിലിയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ മൂവിയാണ്. ഗാർഡിയൻ എന്ന് പറയുന്ന സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം, ആമസോൺ പ്രൈം, ടെന്റ് കോട്ട എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹിന്ദി പിന്നെ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മഡ്ഗൗൺ എക്സ്പ്രസ് എന്ന സിനിമ. 2 ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഒരു തമിഴ് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. ബൈരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ മലയാളം ഭാഷയിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. അടുത്തൊരു കന്നഡ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ലൈൻമാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്.
അടുത്തത് മഞ്ഞുമ്മൽ ബോയ്സ് മലയാളത്തിൽ റിലീസ് ചെയ്ത ഏറ്റവും വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയൊരു സിനിമ, പിന്നെ മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് പിന്നെ ഇപ്പോൾ റിലീസ് ചെയ്തതായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ആഴ്ച ഏപ്രിൽ മാസം 29-ാം തീയതി മുതൽ മെയ് മാസം 5-ാം തീയതി വരെ കഴിഞ്ഞ ഒരാഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. 22ഓളം സിനിമകളാണ്, 22ഓളം റിലീസുകളാണ് പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏതൊക്കെ സീരീസുകൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തത് നടികർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ട് റിവ്യൂ ചെയ്തതാണ്. അതുപോലെ തന്നെ തമിഴിൽ നിന്നും അരൺമനെ 4 റിലീസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടതാണ്, കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.